ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ മാൻവയായ ലുക്കിസം എന്ന സീരീസിന്റെ സീസൺ 1 അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ഈ അനിമിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോയും ഞാൻ മേക്ക് ചെയ്യുന്നത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 1 എപ്പിസോഡ് 8. ആ സുന്ദരിയായ പെണ്ണ് ഒരു എക്സ്പെൻസീവായ കാറിൽ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരും അവളെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഫെസ്റ്റിവലിന്റെ ഡേ ആയതുകൊണ്ട് ഒരു ഭാഗത്ത് ഫോട്ടോഷൂട്ട്, മറ്റൊരു ഭാഗത്ത് ഡ്രോയിങ് എന്നിങ്ങനെ പല പരിപാടികളും നടക്കുന്നുണ്ടാവും. ആ ഡ്രോയിങ് ചെയ്ത പയ്യന്റെ അടുത്ത് എന്റെ ഫേസ് എന്താ ഇത്രയും അഗ്ലി ആയിട്ട് വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് വഴക്കുണ്ടാക്കുന്നുണ്ടാവും. വേറെ രണ്ട് ഗേൾസ് ആണെങ്കിൽ 3-4 മാസമായിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി ക്ലാസ്സിലെ ഒരു ഹാൻസമായ പയ്യനെ കാണാൻ ഇത് നല്ലൊരു ചാൻസ് ആണ് എന്ന് പറഞ്ഞ് എക്സൈറ്റ് ആവുന്നുണ്ടാവും. ഒരു ഹാൻസമായ പയ്യനാണെങ്കിൽ ഒരു പെണ്ണിന് വളരെ മോശമായ രീതിയിൽ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവളോട് നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും അവന്റെ ലുക്ക് കണ്ടിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കള്ളം പറയുന്നുണ്ടാവും. ഫാഷൻ ഡിസൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും. ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് മീജിങ് അങ്ങോട്ട് പോയിട്ട് ഈ തൊപ്പി ഔട്ട്ഫിറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ നന്നായിരിക്കും എന്ന് പറയുന്ന സമയത്ത് അവളും ഫ്രണ്ടിന്റെ അടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്ക് സൂട്ട് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും. ലീജിങ് സോങ്ങിന്റെ ഗ്യാങ് 1 മിനിറ്റിനുള്ളിൽ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 നേടാ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടാവും. ഓപ്പോണന്റ് ലീജിങ് സോങ്ങിനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് അവൻ ആ പഞ്ചിന്നൊക്കെ ഡാജ് ചെയ്യുന്നുണ്ടാവും. ജീഹോന്റെ അടുത്ത് ഇനി എത്ര സെക്കൻഡ് ബാക്കിയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവനും 1 2 3 എന്ന് എണ്ണിയിട്ട് സമയം കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഓപ്പോണന്റും ഡിഫീറ്റ് ആയിട്ടുണ്ടാവും. ലീജിങ് സോങ് ഇനി ഒരു റൗണ്ടിനും കൂടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്ന് പറയുന്നുണ്ടാവും. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ 10,000 നേടാം, ഇത് ട്രൈ ചെയ്യാൻ വെറും 5,000 മാത്രം എന്ന് പറയുന്ന സമയത്ത് ആ സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോൾ ബ്യൂട്ടിഫുൾ ഗേൾസിന് ഇത് ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ അവളെ ബോഡി ഗാർഡ് അവരെ വരട്ടുന്നുണ്ടാവും. ഹീറോ, ഞാൻ വളരെ നേർവസ് ആണ്, നമ്മൾ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലാണ് പെർഫോം ചെയ്യാൻ പോണേന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഡോക്കിയോ ആണെങ്കിൽ ഈ ഫെസ്റ്റിവലിന്റെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് സിംഗിങ് ആണ്. നോക്ക്, നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് ആ പെണ്ണ് അതിലൂടെ പോകുമ്പോൾ ഹീറോയും ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവളെ പുറകെ പോകുന്നുണ്ടാവും. ആർക്കിടെക്ചർ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആം റെസ്ലിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. അതിലൂടെ ആ സമയത്ത് ഹീറോ പോകുമ്പോൾ വാസ്കോയും അത് നോട്ട് ചെയ്യുന്നുണ്ടാവും. ഹീറോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അതിന് നീ ആരാ എന്ന് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഹീറോയും അവളെ ആദ്യമായിട്ടാണല്ലേ ഞാൻ ഈ ബോഡിയിൽ മീറ്റ് ചെയ്യുന്നേ എന്ന് ചിന്തിക്കും. അവളാണെങ്കിൽ നീ ഇങ്ങനെ പരിചയമുള്ള പോലെ സംസാരിച്ചാൽ ഞാൻ അതിൽ വീഴുന്ന കരുതിയോ? ചിലപ്പോൾ ഇത് മറ്റുള്ള ഗേൾസിന്റെ അടുത്തൊക്കെ വർക്കായിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ അടുത്ത് ഇതൊന്നും വർക്കാവൂല എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ സ്റ്റോറിലായിരിക്കുന്ന സമയത്ത് ഇവൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറാറ് എന്ന് ചിന്തിക്കും. അവള് ഹീറോന്റെ അടുത്ത് ഇവിടെയുള്ള എല്ലാരും നിന്നെ പോലെ തന്നെയാണ്, ആളുകളെ ലുക്ക് മാത്രം നോക്കിയിട്ട് അവരെ വിലയിരുത്തും, ഞാൻ ഇവിടെ വന്നത് സിംഗിങ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയാണ്, എന്നാൽ നിന്നെപ്പോലത്തെ ആൾക്കാരുടെ ഇടയിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഹീറോ നിക്ക് എന്ന് പറയുമ്പോൾ അവളെ ബോഡി ഗാർഡ് ഹീറോനെ തടുത്തിട്ട് അവള് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നിന്നെപ്പോലത്തെ ആൾക്കാരെ അവൾക്ക് ഇഷ്ടമല്ലാന്ന്, ഇനി നീ അവളെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഒടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഹീറോക്ക് ദേഷ്യം വന്നിട്ട് ആ കൈ തട്ടി മാറ്റുന്നുണ്ടാവും. അത് കാണുമ്പോൾ ആ പെണ്ണും ഇവൻ ജോങ്കോന്റെ ഗ്രാപ്പിന്ന് രക്ഷപ്പെട്ടോ എന്ന് ചിന്തിക്കും. അവനും ഹീറോനെ കിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീറോ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കിക്കിന്റെ പവറിൽ അവൻ താഴേക്ക് വീഴുന്നുണ്ടാവും. അത് കണ്ടിട്ട് ജോങ്കോയും നീ എന്റെ കിക്കിന് റിയാക്ട് ചെയ്തു, നിന്റെ ഐസ് വളരെ ഗുഡാണ്, നിന്റെ ഹാൻഡ്സും വളരെ സ്ട്രോങ്ങും ഫാസ്റ്റും ആണ്, എന്നാൽ നിന്റെ സ്റ്റാൻസ് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നീ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല, എൻ്റെ അടുത്താണ് നിന്നെ കിട്ടണമെങ്കിൽ ഞാൻ വെറുതെ വിട്ടേനെ, പക്ഷെ ഒരാളെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ പറയണ കേട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അവനെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ജോങ്കോ നിങ്ങളെ
മുടി തൊട്ടാൽ പോലും അവരെ രക്തവെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തണമെന്നാണ് ഓർഡർ. അതങ്ങനെ തന്നെ ആയിരിക്കും. സോറി എന്ന് പറയുന്ന സമയത്ത് വാസ്കോ അങ്ങോട്ട് വരുന്നുണ്ടാവും. വാസ്കോനെ കാണുമ്പോൾ നീ അവന്റെ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ വാസ്കോയും അവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവനെ ഹരാസ് ചെയ്യണ നിർത്ത്, അല്ലെങ്കിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ജോങ്കോയും നീ എന്നെ പാഠം പഠിപ്പിക്കുമെന്നോ എന്ന് പറഞ്ഞ് വാസ്കോനെ പഞ്ച് ചെയ്യുന്നുണ്ടാവും. എന്നാൽ വാസ്കോ ഒന്നും സംഭവിക്കാത്ത പോലെ അത് നിന്റെ കണ്ണാടി എടുത്ത് മാറ്റടാ എന്ന് പറയുമ്പോൾ ജോങ്കോയും അവനിത് ഹേർട്ടായില്ലേ എന്ന് ചിന്തിക്കും. ഈ സ്കൂളിലുള്ള സ്റ്റുഡൻസ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ് ഊരി ഫൈറ്റിന് തയ്യാറാവുമ്പോൾ ഹീറോയും വാസ്കോ അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ജോങ്കോ ഇവൻ എൻ്റെ കിക്ക് കിട്ടിയ ശേഷം എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ രണ്ടുപേര് ചേർന്നാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫൈറ്റിന് പോവാൻ നിൽക്കുമ്പോൾ ആ പെണ്ണ് അവനെ തടുത്തിട്ട് നീ ഇനിയും ഇവരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇൻഫോം ചെയ്യേണ്ടി വരും, പിന്നെ നീ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ജോങ്കോയും റിലാക്സ് ആയിട്ട് ഞാൻ കുറെ നാളായി ഫൈറ്റ് ചെയ്തിട്ട് അതുകൊണ്ടൊന്ന് എക്സൈറ്റ് ആയി പോയി, നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൂളാവാൻ പറ, ഞാനും എന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് GD എന്നൊരു പേര് മെൻഷൻ ചെയ്യുമ്പോൾ ഹീറോയും അത് ആരാ എന്ന് ചിന്തിക്കും. ആ പെണ്ണാണെങ്കിൽ നടന്നതിനൊക്കെ സോറി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. വാസ്കോ ടയേർഡായി വീഴുന്ന സമയത്ത് ഹീറോ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ വാസ്കോ അവന്റെ അടുത്ത് ആ പയ്യൻ ആരാ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പൊ ഹീറോയും അവനെ ഞാനും ആദ്യമായിട്ടാ മീറ്റ് ചെയ്യണേ എന്ന് പറയുമ്പോൾ വാസ്കോ നമ്മൾ തമ്മിൽ ഒരിക്കൽ കൂടി ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഞാൻ ജയിക്കും, പക്ഷെ അവന്റെ കാര്യത്തിൽ എനിക്കത് പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടാവും. വാസ്കോ ഹീറോക്ക് ഒരു ബനാന ജ്യൂസ് കൊടുക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ഡോക്കിയോയും ജീഹോയും പറഞ്ഞൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഹീറോയും ഇതെന്റെ ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അവനും അവിടുന്ന് പോകുന്നുണ്ടാവും. ഹീറോ എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ പെർഫെക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്കിയോയും ഈ കോസ്റ്റ്യൂമിൽ നീ വളരെ ഹാൻസം ആയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോ ഞങ്ങൾ ഈ പെർഫോമൻസിന് വേണ്ടി ഇത്രയും നല്ല കോസ്റ്റ്യൂംസ് ഓഫർ ചെയ്തതിന് താങ്ക്സ് എന്ന് ഹോൻജനോട് പറയുന്ന സമയത്ത് ജിൻഹോബിൻ അങ്ങോട്ട് വന്നിട്ട് വെറും കോസ്റ്റ്യൂം മാത്രം ഉണ്ടായ പോരാ, നല്ല വോയിസും വേണം, ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുക എന്ന് ഞങ്ങൾ കാണിച്ചുതരാ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലോട്ട് പോകുന്നുണ്ടാവും. അവരെ ഡെബ്യൂ സോങ് പാടുന്ന സമയത്ത് ഓഡിയൻസ് ഒക്കെ അവരെ ചീറപ്പ് ചെയ്യുന്നുണ്ടാവും. പാട്ട് കേട്ടിട്ട് ഡോക്കിയോ ആണെങ്കിൽ പ്രൊഫഷണൽ റൈറ്റേഴ്സ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ റിലിക്സ് ഇതേപോലെ വളരെ ഗ്രേറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഈ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ഞാൻ എങ്ങനെ പാടുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഡോക്കിയോ ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ പാട്ട് പാടുന്ന പോലെ സങ്കല്പിക്ക്, അങ്ങനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് പാടുന്ന സമയത്ത് നിന്റെ ഭയമെല്ലാം ഇല്ലാതാകും എന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അവരെ പെർഫോമൻസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ജിൻഹോബിന്റെ അടുത്ത് പാട്ട് വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ടെൻഷനായിട്ട് നീ എന്തിനങ്ങനെ കൂളായിട്ട് ആക്ട് ചെയ്യുന്നേ, ഇത് നിന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് അല്ലേ എന്ന് പറഞ്ഞ് ഡോക്കിയോനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഹീറോ അത് കണ്ട് ടെൻഷനായിട്ട് അവനെ അടിക്കാൻ പോകുമ്പോൾ ഡോക്കിയോ അത് തടുത്തിട്ട് നമുക്ക് അവരെ പാട്ടിലൂടെ പരാജയപ്പെടുത്താം എന്ന് പറയുന്നുണ്ടാവും. ആങ്കറും അവസാനമായി പെർഫോം ചെയ്യാൻ പോണത് ഒരു വ്യത്യസ്തമായ ജോഡിയാണ്. ഒരാൾ ഫാഷൻ ഡിസൈൻ ക്ലാസ്സിലും മറ്റൊരാള് വോക്കൽ ഡാൻസ് ക്ലാസ്സിലും. നമുക്ക് സ്വാഗതം ചെയ്യാം പാർക്ക് യോൺ സുക് ആൻഡ് ഡോക്കിയ എന്ന് പറയുന്ന സമയത്ത് അവരും അങ്ങോട്ട് വരുമ്പോൾ ഹീറോനെ കണ്ടിട്ട് എല്ലാരും ഗുഡ് ലുക്കിംഗ് ആണ് എന്ന് പറയുന്നുണ്ടാവും. ബോസും അവനെ കണ്ടിട്ട് ഇവന്റെ ലുക്ക് മാത്രം വെച്ചിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിന് ടാലന്റും കൂടി വേണം എന്ന് പറയുന്നുണ്ടാവും. ആങ്കർ ഹീറോന്റെ അടുത്ത് ഓഡിയൻസ് പറഞ്ഞ പോലെ നീ വളരെ ഹാൻസം ആണ്, എന്നാൽ നീ എങ്ങനെ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അതെന്റെ സുഹൃത്ത് അവന്റെ കൂടെ പെർഫോം ചെയ്യാൻ വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്തു, അങ്ങനെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, രണ്ടും ഡിഫറെന്റ് സ്പീഷീസ് ആണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഓഡിയൻസും ചിരിക്കുന്നുണ്ടാവും. പിന്നീട് ആങ്കർ എന്നാ നമുക്ക് ഡോക്കിയോന്റെയും യോൻസുക്കിന്റെയും ഫ്ലൈ അപ്പ് എന്ന സോങ് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും. ഹീറോ പാടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അവന്റെ തൊണ്ട
ഇടറുന്നുണ്ടാവും. അത് കാണുമ്പോൾ ജിനോബിനും ഫ്രണ്ടും എനിക്കറിയാമായിരുന്നു ഈ ഇഡിയറ്റ് ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂന്ന്. അങ്ങനെ എല്ലാവർക്കും ഒന്നും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടാവും. ഓഡിയൻസിനും അത് കാണുമ്പോൾ എംബാരസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ഹീറോയും ഓഡിയൻസിനെ നോക്കിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തൊക്കെ വെറുതെ ആയി എന്ന് ഡിസപ്പോയിന്റ് ആവുന്ന സമയത്ത് ഡോക്കിയോ മുന്നോട്ട് വന്നിട്ട് 오늘도 이렇게 하루가 지나가면 두려운 내일과 인사를 하지 않으면 눈앞에 마주한 사람들이 만든 상황은 나를 더욱 작아지게 만들기만 하지. 소홀했던 자신에게 미안한 것만큼 또 미안해 엄마 나 사랑할래 엄마만큼 알아 난 이겨낼 거란 것 순간 눈 깜빡. Just think of someone that you love. Tell yourself that you're singing your best for that one person that you love with your whole heart and soul. 삶이 행복하단 걸 몰랐던 나에게 이제 웃으며 회상할 수 있다고 I know mom I'm grown 나들 다 컸다. 괜찮아 네가 원한다면 다 쏟아내 깊이 담겨진 슬픔을 다 비우고 채우면 돼. 지켜줄게 곁에서 내 곁에 있어줘. അങ്ങനെ അവര് പാട്ട് പാടി തീരുന്ന സമയത്ത് എല്ലാരും ആ പാട്ട് കേട്ട് വളരെ ഇംപ്രസ് ആവുന്നുണ്ടാവും. ഹീറോന്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ഒക്കെ യോൻസുക്ക് ഇത്രയും നന്നായിട്ട് പാടുന്ന ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. ഡോക്കിയോന്റെ റാപ്പും ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെ അവര് സിംഗിങ് കോമ്പറ്റീഷനിൽ ജയിക്കുന്ന കാരണം എല്ലാരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ജിൻഹോബിനും ഫ്രണ്ടും യോൻസുക്കിന്റെ ലുക്ക് കാരണമാണ് അവര് വിജയിച്ചത് എന്ന് പറയുമ്പോ ബോസ് അങ്ങോട്ട് വന്നിട്ട് അല്ല ശരിക്കും അവര് നിങ്ങളെക്കാളും വളരെ ബെറ്റർ ആയിട്ടാണ് പാടിയത് എന്ന് പറയുമ്പോ ജോങ്കി ആണെങ്കി അപ്പൊ നമ്മളെ ഡീലിന്റെ കാര്യോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബോസ് ആണെങ്കി നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഡോക്കിയോന്റെ അടുത്തോട്ട് പോയിട്ട് നീ അന്ന് ഓഡീഷന് വന്ന പയ്യനല്ലേ എന്ന് ചോദിക്കുമ്പോ ഡോക്കിയോയും നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. ബോസും എനിക്ക് ഓർമ്മയുണ്ട്, നീ ഇവിടെ വെച്ച് വളരെ നന്നായിട്ട് റാപ്പ് ചെയ്തു, പിന്നെ അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് നടന്നതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോ ഡോക്കിയോയും അത് കുഴപ്പമില്ല എന്ന് പറയും. ബോസ് ആണെങ്കിൽ ഇതാണ് എന്റെ ബിസിനസ് കാർഡ്, ഇതിലെന്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാ എന്ന് പറഞ്ഞ് ഹീറോക്ക് കൊടുക്കുന്ന സമയത്ത് ഹീറോ അപ്പൊ ഡോക്കിയോയോ എന്ന് ചോദിക്കുമ്പോ ബോസ് ആണെങ്കിൽ അവൻ എവിടെ പോയാലും അവന്റെ റാപ്പ് കൊണ്ട് ആളുകളുടെ ഹൃദയം കീഴടക്കും, നോക്ക് പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അവർക്ക് നിന്നെ പോലെ ഹാൻസമായ പയ്യന്മാരോടാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് നിന്റെ ഫസ്റ്റ് കോൺട്രാക്ട് ഞങ്ങളുമായി സൈൻ ചെയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ തുക അഡ്വാൻസ് ആയിട്ട് തരാ എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ആ ഓഫർ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. ബോസ് ആണെങ്കിൽ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ, എന്നാ അവർക്കൊന്നും അതിനുള്ള അവസരം ലഭിക്കുന്നില്ല, നീ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഹീറോ ഡോക്കിയോ വെച്ചിട്ട് പോയ ആ ട്രോഫിയിലോട്ട് ശ്രദ്ധിക്കുകയായിരിക്കും. ഡോക്കിയോ ആണെങ്കിൽ അവന് ഇന്ന് നടന്ന വേദനകളും റിലിക്സ് ആക്കി മാറ്റുന്നുണ്ടാവും. ജീഹോ നിങ്ങൾ ആ സോങ്ങിന് 1,00,000-നടുത്ത് വ്യൂസ് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഡോക്കിയോ ആണെങ്കിൽ പക്ഷെ എന്റെ പാർട്ട് മാത്രം അവരതിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി, അതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അതെന്നെ ഒരു പുതിയ റിലിക്സിനെ കുറിച്ച് ചിന്തിക്കാൻ സഹായിച്ചു, പിന്നെ ഈ സൗന്ദര്യത്തിനെ കുറിച്ചൊക്കെ ആരാ ശ്രദ്ധിക്കുന്നെ എന്ന് പറയുമ്പോ ഹീറോയും അതെ, പാടുമ്പോ ആളുകളെല്ലാം നിങ്ങളെ ടാലന്റിലേക്കാണ് ശ്രദ്ധിച്ചത്, അവിടെ വന്ന ആളുകളൊക്കെ നിങ്ങളെ പാട്ടുമായിട്ട് ഇമോഷണലായി കണക്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ആ പാട്ട് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോ ഡോക്കിയോ ആണെങ്കിൽ നിനക്കിതൊക്കെ എങ്ങനെ അറിയാ, നീ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഹീറോ പെട്ടെന്ന് എനിക്ക് വീഡിയോയില് ആളുകളെ റിയാക്ഷൻ കണ്ടിട്ട് അങ്ങനെ തോന്നിയതാണ് എന്ന് പറയുന്നുണ്ടാവും. അവരാ പാട്ട് ഒരു സെലിബ്രിറ്റി കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാരും DJ എന്ന് പറഞ്ഞിട്ട് വെൽക്കം ചെയ്യുന്നുണ്ടാവും. ആ സെലിബ്രിറ്റി ആണെങ്കിൽ സ്റ്റോറിലോട്ട് വരുന്ന ആ പെണ്ണിനും ആ വീഡിയോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. അവൾ അതില് ഹീറോനെ കണ്ടിട്ട് ഇത് ജോങ്കോയുമായി ഫൈറ്റ് ചെയ്ത പയ്യനല്ലേ, പിന്നെ ഈ പാട്ട് ഞാൻ സ്റ്റോറിൽ വെച്ച് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നോക്കുമ്പോ ഹീറോനെ പോലെ തന്നെ ഒരു ബോഡി അവളെ ബെഡിലും കിടക്കുന്നുണ്ടാവും. പിന്നീട്
കാണിക്കുന്നത് ഹീറോന്റെ ഡെയിലി റുട്ടീൻ ആയിരിക്കും. അവൻ റിയൽ ബോഡിയിൽ ഉറങ്ങുന്ന സമയത്ത് അവൻ ഹാൻസം ബോഡിയിലോട്ട് സ്വിച്ച് ആവും. യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഹീറോ സ്കൂളിലോട്ട് പോകുന്നുണ്ടാവും. അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കോളേജിൽ നെക്സ്റ്റ് സെമ്മിന്റെ ക്ലാസ് തുടങ്ങിയോണ്ടാണ്. പിന്നെ ഈ എപ്പിസോഡിലുള്ള ഫ്ലൈ അപ്പ് സോങ് ആരും കേട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു സോങ് ആണത്. എനിക്ക് വീഡിയോയിൽ കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണമാണ് ഞാനത് റീഅറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ അനിമിക്ക് ഇത്രയും സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ വീണ്ടും താങ്ക്സ് പറയാണ്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്തൊരു അനിമിയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.